ഹായ്, ഞാൻ കല്ലമ്പലം ലില്ലി. ഞാൻ ഈ പാട്ടുകൾ ഇന്ന് പാടിയിടാൻ പോകുന്ന ഒരു പാട്ടിൻ്റെ പാരഡി ആയിട്ടാണ് പാടിയിടാൻ പോകുന്നത്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും ഇപ്പോൾ കാണുമ്പം വിചാരിക്കും ഞാൻ ഹൈ ലെവലിലുള്ള ഒരു വീട്ടിലിരുന്ന് പാടുന്നത്. എൻ്റെ വീടല്ല ഇത്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ വീടൊന്നുമില്ല. ഇത് ഒരു അടുത്ത വീട്ടിലെ ഒരു മുറിയിലെ ഇത് പാടാനൊരു സൗകര്യം അവർ തരുന്നു. അവിടെ വന്നിരുന്നാണ് ഇത് പാടുന്നത്. എന്നെ ഈ പാട്ടൊക്കെ കാണുമ്പോൾ വിചാരിക്കും, വീടെല്ലാം കാണുമ്പം പാട്ട് കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ ഇവിടെ എന്തോ ഉള്ള സ്ഥലങ്ങളിലുള്ളതാണ് ഞാൻ. ഭർത്താവെല്ലാം പിരിച്ച് 30 വയസ്സിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. 2 മക്കളെയും കെട്ടിച്ച് അവർ 2 സ്ഥലങ്ങളിലായിട്ടാണ്. ഞാൻ ജോലിക്കൊക്കെ പോയാണ് ഞാൻ ജീവിക്കുന്നത്. ഉള്ളത് അവർക്കും കൂടെ കൊടുക്കും. സ്വന്തമായിട്ട് ഇതുവരെയും വീടായില്ല. ഇതെന്നെ അമേരിക്ക നിൽക്കുന്ന ഒരു കൊച്ചെന്നെ സഹായിച്ചാണ് യൂട്യൂബ് ചാനൽ എനിക്ക് ചെയ്ത് തന്ന് സഹായിച്ചത്. അതിൽ ആണ് ഞാനിപ്പോൾ എൻ്റെ ചെറിയ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ കുറിച്ച് ജോലിയുടെ ഇടയിലും ഒക്കെ ഞാൻ എൻ്റെ ചെറിയ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ കവിതയായിട്ടും പാട്ടായിട്ടും ഈ ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ജോലി ടൈമിൽ ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതി പാടിയിടുന്നത്. അതിന് ഇന്ന സമയമൊന്നുമില്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പാട്ട്. ഞാൻ അപ്പോഴും പേനയും പേപ്പറും എല്ലാം എപ്പോഴും കയ്യിൽ കാണും. അത് എടുത്തിട്ടാണ് ഞാൻ എഴുതി അങ്ങനെ ഓരോ പാട്ടുകളായാലും കവിതയായാലും ഞാൻ പാടിയിടുന്നത്. ഇതെല്ലാം എഴുതി വൈകിട്ട് പാടാൻ വന്നിരിക്കുമ്പോൾ അടുത്ത വീട്ടിലൊരു മുറി തരും. എനിക്കവിടെ വന്നിരുന്ന് പാടാനായിട്ട് ഉള്ള സൗകര്യങ്ങളെല്ലാം തരും. അങ്ങനെ ഞാൻ ഇത് പാടിയിടുന്നത്. എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് എന്നെ ഈ കാണുന്നവർ ഷെയർ ചെയ്ത് എനിക്ക് ലൈക്ക് ചെയ്ത് ഈ ചാനൽ നല്ല ഒരുപാട് പേര് കാണത്തക്ക രീതിയിൽ ആരെല്ലാം കാണുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എങ്കിലും കുറച്ചെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാണുന്നവർ ഓരോരുത്തരിലായിരുന്നാലും നിങ്ങൾ ഒരാൾ കാണുമ്പോൾ ആർക്കെങ്കിലും ഒരാളിനെ കൂടി ഷെയർ ചെയ്യുമ്പോൾ അത്രയായി എന്ന് വിശ്വസിക്കുന്നു. എന്നെ ഒന്ന് സഹായിക്കണം. ഇത് കോമഡി പാട്ടാണ് ഞാൻ പാടിയിടാൻ പോകുന്നത്. പഴയൊരു പാട്ട്. അത് അങ്ങനെ ഇരുന്നപ്പോൾ ആ പാട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെ അത് കോമഡി ആക്കി എഴുതി അത് ഞാൻ ഈ പാട്ട് പാടിയിടുന്നത്. 14-ാമത്തെ വീട് കടന്നപ്പോൾ പട്ടി ഉരച്ചത് രമയുടെ വീട്ടീന്നോ. ഒരു തണ്ടി പാത്രമെടുത്ത് എറിഞ്ഞുടച്ചത് കണ്ടിട്ടോ അവളോടോ മിണ്ടിട്ടോ. 17-ാമത്തെ വീട് കടന്നപ്പം പട്ടി കുരച്ചത് രമയുടെ വീട്ടീന്നോ. കൗങ്ങിൻ്റെ പാക്കു പറിച്ചത് രമയുടെ ഭർത്താവോ ചേട്ടനോ. അടക്കേടെ മടിയിലിരുന്നവൻ നമ്മൾ ചൊല്ലിയ കണ്ടിട്ടോ. അടക്കേടെ മടിയിലിരുന്നവൻ നമ്മൾ ചൊല്ലിയത് കണ്ടിട്ടോ. ഒരു വാക്കും മണ്ടാതെങ്ങനെ പോയാനത് ഒരുങ്ങിട്ടോ. മയിൽക്കുറ്റി കാലിൽ കൊണ്ടത് അവനെ കൊണ്ടോടിട്ടോ. മയിൽക്കുറ്റി കാലിൽ കൊണ്ടത് അവനെ കണ്ടോടിട്ടോ. അവളോടൊന്നുരിയാടാതെ അതുവഴി ഞാൻ ഓടിട്ടോ. താനന താനന താനിന്നോ താനിന താനിന താനിന്നോ താനന താനന താനിന്നോ. 14-ാമത്തെ വീട് കടന്നപ്പം പട്ടി കുരച്ചത് രമയുടെ വീട്ടീന്നോ. ഒരു തിണ്ടി പാത്രമെടുത്ത് എറിഞ്ഞുടച്ചത് കണ്ടിട്ടോ അവളോടോ മിണ്ടിട്ടോ. അവളെ കണ്ടുരിയാടാനായി വേലിന്നു ചാടിട്ടോ. അവളെ കണ്ടുരിയാടാനായി വേലിന്ന് ചാടിട്ടോ. കോടമ്പക്കത്തുള്ളൊരു താത്തയുടെ വീട്ടീന്നോ കാതർ കുട്ടിച്ചേട്ടൻ ഓടിച്ചിട്ടടിച്ചിട്ടോ. കാതർ കുട്ടിച്ചേട്ടൻ
പാടിട്ടോ. താനന താനന താനാന തനതന താനന താനാന. 14ാമത്തെ വീട് കടന്നപ്പം പട്ടി കുരച്ചത് രമയുടെ വീട്ടിന്നോ. ഒരു തെണ്ടി പാത്രമെടുത്ത് എറിഞ്ഞുടച്ചത് കണ്ടിട്ടോ, അവളോടു മിണ്ടിട്ടോ.